കാര്യം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇന്ന് എല്ലാവരുടെയും പ്രശ്നം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കം വന്നു കഴിഞ്ഞാലോ ചുടിച്ചിലുണ്ടായാലോ ഉടനെ ഇവര് പറയുന്നത് അവിടെ ക്യാൻസർ എന്നാണ്. ഇതങ്ങ് മുറിച്ചു കളയാനാ പറയുന്നത്, ഗ്ലാൻഡ് അങ്ങ് എടുത്തു കളയാനാ പറയുന്നത്. ഒരു കാരണവശാലും അവിടെ ക്യാൻസർ പിടിക്കില്ല. അതിന് വീക്കലേ ഉണ്ടാവുള്ളൂ, വീങ്ങൊക്കെ മാത്രമേ ഉണ്ടാവൂ. അതെന്താണ് അതിന്റെ പ്രോസസ്സ്, അതിന്റെ ഇത് പ്രവർത്തനം, അത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ ഇത്രയും വലിയൊരു സൃഷ്ടാവാണ്, ഇതിനപ്പുറം ഒരു സൃഷ്ടി പിടിക്കുക. കാരണം ഇതിനെ ഒന്നും ചികിത്സിക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല എന്ന് തെളിയുന്നത് ഈ പ്രോസ്റ്റേറ്റുകൾ അടികൂടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1,40,00,000 അണുക്കളെല്ലാത്തിനകത്തും ഒരു അണുവിന്റെ കാര്യത്തിൽ ചിത്രം പറഞ്ഞില്ലേ, അതിലും ഭയങ്കര ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് മൂത്രദ്വാരം. നമ്മളിതല്ലോ ഇവിടെയാണ് ശുക്ലസഞ്ചി. ഇതിലേക്ക് വരുന്നത് വൃഷണത്തിന്. മനസ്സിലായല്ലോ? ഇവിടെ നിന്ന് വരുന്ന ശുക്ലം നേരെ ഇവിടെ കൊണ്ടുചെല്ലുന്നു. മനസ്സിലായ? ഇതിൽ നിന്ന് വരുന്നതാണ് നമ്മള് മൂത്രം ഇങ്ങനെ പോകുന്നു. ഓക്കെ, പറഞ്ഞ് നല്ലോണം ശ്രദ്ധിക്കാം. ഇവിടെ പോകുന്ന ഇങ്ങനെ വരയ്ക്കുന്ന പറഞ്ഞാൽ മനസ്സിലാവാം, നല്ലോണം മനസ്സിലാകട്ടെ. ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് ഈ ഹോൾ അടയ്ക്കണം. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുകയാണ്. ഈ ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് ഇതങ്ങ് വികസിക്കും. വികസിച്ച് കഴിയുമ്പോൾ ഈ ഹോളങ്ങാണ് പിന്നെ മൂത്രം താഴോട്ട് വരികയാണ്. ആ മൂത്രം താഴോട്ട് വരാതിരുന്ന് കഴിയുമ്പോൾ അപ്പൊ ഇതാണ് ഇതിന് 4 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ്. ഇത് വികസിച്ച് ഇതിന്റെ ഇരട്ടിയാവും. ആവുമ്പോൾ പിന്നെ മൂത്രം ഒരിക്കലും താഴോട്ട് വരത്തില്ല. ആ സമയം ഇതിനകത്തുനിന്നൊരു ദ്രാവകം പുറപ്പെടുവിക്കും, ഒരു വെള്ളത്തിനകത്തുള്ള ഒരു ലിക്വിഡ്. ആ ലിക്വിഡ് ആദ്യം ഇതിനെ കൂടെ പോയ നമ്മുടെ മൂത്രത്തിൽ കൂടെ പോയ യൂറിക് ആസിഡ്, ആ യൂറിക് ആസിഡിനെ നിർവീര്യമാക്കിയാൽ മാത്രമേ ഇതിനകത്തൂടെ വീണ്ടും അണുക്കൾ ശുക്ലം പോകുമ്പോൾ അണുക്കൾ അതിനകത്ത് ജീവിച്ചിരിക്കുള്ളൂ. ആൽക്കലിക്കകത്തൂടെ ആസിഡിനകത്തൂടെ ഈ അണുക്കൾ പോയാൽ അവൻ ജീവിക്കില്ല. അതിന് പോലീസിലെ മന്ത്രിമാര് പോകുന്നതിന്റെ പോലെ പൈലറ്റ് പോകുന്നത് പോലെ, പൈലറ്റ് പോലീസുകാർ പോകുന്നില്ല ജീപ്പ് കൊണ്ട് ആദ്യം, അതുപോലെ ഈ വെള്ളം, ഈ കൊഴുത്ത വെളുത്ത പച്ചവെള്ളം പോലെയുള്ള ആ ദ്രാവകം ഇതിലേക്കൂടെ വന്ന് ആദ്യമേ റൂട്ട് ക്ലീൻ ചെയ്യുന്നു ആൽക്കലി കൊണ്ട്. അതിനുശേഷമേ ഈ അണുക്കൾ അതിലൂടെ പോയാൽ ജീവനോട് ഇരിക്കുള്ളൂ. മനസ്സിലായോ? അല്ല, മനസ്സിലായോ പറഞ്ഞത്? സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. ഇത്രയും വലിയൊരു സൃഷ്ടി പുള്ളിക്ക് നടത്താൻ പറ്റുമെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടിയും പുള്ളിക്ക് അറിയാൻ ചെയ്യാൻ, അതിനെ ഒന്ന് ഉപദ്രവിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതെന്തൊരു പ്രോസസ് ആണുങ്ങൾക്ക് കൊള്ളുവാനും അല്ലേ? ഇത്രയും വലിയ അപ്പൊ ഇതിന്റെ പ്രവർത്തനം നടന്നില്ലേലും ശരി, ഇതുണ്ടാവുന്നത് 45-50 വയസ്സിന് മേലിലുള്ള ആണുങ്ങൾക്ക് ഇതുണ്ടാവുള്ളൂ. ഇതിന്റെ പ്രവർത്തനം നടന്നില്ലേലും കൊച്ചുണ്ടാവില്ല. കാരണം ആദ്യം അതിൽ കൂടെ പോകുമ്പോൾ യൂറിക് ആസിഡിനകത്തോടാണ് ഇത് പോകുന്നതെന്നുണ്ടെങ്കിൽ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലോണം മനസ്സിലാക്കി വെക്കുന്നത്. അതിന്റെ നീർവീഴ്ചയ്ക്ക് ഇതിന് വീങ്ങമേ ഉണ്ടാവുള്ളൂ. വീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കുഴപ്പം. മൂത്രം പോയാൽ അവിടെ ഹോൾ അടഞ്ഞിരിക്കല്ലേ. ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വികസിക്കുന്നത് കൊണ്ട് ഇവൻ വികസിച്ചപ്പോ ഈ ഓളം നടന്നില്ലേ, അപ്പൊ ഇത് വികസിച്ച് തന്നെ ഇരിക്കും. ചിലപ്പോ ചുരുങ്ങാൻ ഇച്ചിരി പാടുപോകും. അപ്പോഴാണ് ഈ മൂത്രം പോകുമ്പോൾ ചുടിച്ചിലുണ്ടാവും. മൂത്രം വിട്ടു പോകും. നീറ്റലും ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് 40-50 വയസ്സിന് മേളിലേ ഈ അസുഖം കൂടുതൽ കാണത്തുള്ളൂ. അതിന്റെ താഴോട്ടുള്ളവർക്ക് ഇത് ഉണ്ടാവാറില്ല, അപൂർവങ്ങളിൽ അപൂർവം. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഒരു കാരണവശാലും അവിടെ ക്യാൻസർ പിടിക്കില്ല. അത് വീർത്തം വെച്ച് ഇത്രയും കുഴപ്പമുള്ളൂ. അതിനെഴുതിക്കൊള്ളുക മരുന്ന്. ഇതിന്ന് മിക്കവാറും ഉള്ളവർക്കുള്ളൊരു അസുഖമാണ്. വീട്ടിൽ മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ്. നമ്മുടെ വീട്ടിലെ അച്ഛന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ മിക്കവാറും എല്ലാവർക്കും ഓരില വേര്, മൂവില വേര്, ചെറുവഴുതന വേര്,
വെൺവഴുതന വേരും. ഇനി ഇനി ചെറുവഴുതനയും വെൺവഴുതനയും അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഇത് കഴിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പൊ മാർക്കറ്റിൽ കിടക്കുന്ന സകലമാന ചെറുവഴുതനയും വെൺവഴുതനയും നമ്മളെ വീട്ടിൽ വളർത്തുന്ന